ഹായ് ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ സ്വന്തം മണിമല കുറ്റിയാടി ആക്റ്റീവ് പ്ലാന്റിലേക്കാണ്. അപ്പോൾ നമ്മളെ കൂടെ ഒരാളും കൂടിയുണ്ട്, നമ്മൾ സ്വന്തം ഹവയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കാര്യ ഉടനെ നമ്മൾ വിചാരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ബിൽഡിംഗ് അങ്ങ് പണിയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കാരി JCBയിലേക്ക് കാരി. അപ്പോൾ ഈ ഒരു JCBയിൽ നമുക്ക് മുതിർന്നവർക്കും കയറാം, ചെറിയ കുട്ടികൾക്കും കയറാം. ഇവിടുത്തെ ഈ ഒരു JCB അല്ല, എല്ലാ റൈഡിലും അങ്ങനെ തന്നെയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്ക് ഇതൊക്കെ എല്ലാത്തിലും കാര്യമായിട്ട് കളിക്കാം. അന്നു കുറേ ദിവസമായി പറയുന്നത് വീട്ടുപണിയെടുക്കുക JCBയിൽ വന്നിങ്ങനെ മണ്ണൊക്കെ കോരുന്നുണ്ട്, അനക്കും ഇതൊക്കെ കാരണം. അങ്ങനെ ഇത് അന്നൂസിൻ്റെ ആഗ്രഹം ഇവിടെ സാധിച്ചിട്ടുണ്ട്. നല്ലോണം JCB ഓടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വലുതായി JCB ഓടിക്കുമെന്ന്. അങ്ങനെ നല്ലോണം ഓടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളെ നമ്മൾ കാര്യമായിട്ടുണ്ടായിരുന്നത് ഒരു തീവണ്ടിയിലായിരുന്നു, അതോ ട്രെയിന്. നമ്മൾ ഇതൊക്കെ കാര്യം നമ്മൾ കാണാത്ത പല മുക്കും മൂല്യം പോയിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാപ്പ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഈ ഒരു ആക്റ്റീവ് പ്ലാന്റിൽ വന്നേരോ നമ്മൾ ഇവിടെ അങ്ങനെ കുറച്ച് ഇലക്ട്രിക് റൈഡായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നേരം കുറേ ഇലക്ട്രിക് റൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമല്ല, ഒക്ടോബർ 15 ഇവിടെ പൂൾ ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ കുറച്ച് ഇലക്ട്രിക് റൈഡ് ഇനിയും വരുന്നുണ്ട്, ആഗസ്റ്റ് തൊട്ടിൽ അങ്ങനത്തെ കുറേ ഇനിയും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ പിന്നെ സ്ലൈഡിൽ സീസണിലൊക്കെ പോയിട്ട് എൻജോയ് ചെയ്ത്. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ സർവീസാണ് നല്ല അടിപൊളി സർവീസാണ്. എന്താ വെച്ചാൽ ഒരു സ്ലൈഡിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും 3-4 ആൾക്കാർ കുട്ടികളെ നോക്കാൻ. കുട്ടികളെ നല്ല എൻജോയ് ചെയ്യിപ്പിക്കും ഇവർ. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞൊരു പാർക്കിൽ കളിച്ചു തരാൻ നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പറഞ്ഞു ബാപ്പാടെ നമുക്ക് പൊട്ടറ്റോ ട്വിസ്റ്റർ വാങ്ങാൻ. അതാണ് അന്നുക്കും അനക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് പൊട്ടറ്റോ ട്വിസ്റ്റർ. നമ്മൾ അധികം ആക്റ്റീവ് പ്ലാന്റിൽ വന്നാൽ നമ്മൾ ആ ഒരു സ്നാക്കാണ് കഴിക്കാറ്. എന്നിട്ട് ഇത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ലൈഡാണ് ഇത്. ഇതൊരു വലേൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോയിട്ട് മേലൊരു സ്ലൈഡ് ഉണ്ട്, അതിമേലോട്ട് ഇങ്ങനെ ഊരി വരണം. അത് നല്ല അടിപൊളിയായിരുന്നു. കാലൊക്കെ വേദനയോ കുറേ മേലോട്ടേക്ക് കയറാനുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം സ്ലൈഡ് ഊരി നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും അവി ഇങ്ങളേറെ ബാപ്പി അന്നു പോയിട്ട് കുറച്ച് ഗെയിംസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താ വെച്ചാൽ 3 ബോൾ തരും, എന്നിട്ട് ഈ ഒരു സർക്കിൾ ഇങ്ങനെ ഇട്ടാൽ ഒരു ടെഡ്ഡി ബിയർ തരും, അങ്ങനെ എന്തോ ആയിരുന്നു. അഞ്ഞൂറ് കിട്ടിയിട്ടൊന്നുമില്ല, എനിക്ക് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്നിട്ട് നമ്മൾ ഒരു റൈഡ് കയറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഒരു റൈഡ്. കാളയും പിന്നെ കുറച്ച് ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഇരുന്നിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് പോവുകയാണ് ചെയ്യുക. ഈ ഒരു റൈഡ് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അഞ്ഞൂരെ പറ്റിയിട്ട് പിന്നെ പറയണ്ടല്ലോ, ഇവിടെ അന്നേരം ഒട്ടും റെസ്റ്റ് എടുത്തിട്ടില്ല. ഓനൊന്നും കാര്യമൊന്നുമില്ല, അങ്ങനെ പല റൈഡിലായിരുന്നു ഓൻ കാര്യമായിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് പറയുള്ളത് വെച്ചാൽ ഇവിടെ ഈ പ്രെയർ ഹോള്, പിന്നെ ഫീഡിങ് റൂം, പിന്നെ ഫുഡ് കോർട്ട്. ഇവിടെ രാവിലെ വന്നാൽ രാത്രി വരെ നിൽക്കാനുള്ള സൗകര്യമുണ്ട് ഒക്കെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം 6 മണിക്കായിരുന്നു ആഫ്രിക്കൻ ഡാൻസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇന്നും 6 മണിക്കായിരിക്കും ഉണ്ടാകാൻ വിചാരിച്ച് നമ്മൾ ആ ഭാഗത്ത് പോയിട്ടില്ലായിരുന്നു, ലാസ്റ്റ് പോകാമെന്ന് വിചാരിച്ച്. നോക്കുമ്പോൾ 4 മണിക്ക് തന്നെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് കാണാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞൊരു ഒരു ഇടങ്ങാറ് പിടിച്ചൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ പ്രെയർ റൂമിലൊക്കെ കാര്യമൊക്കെ ചെയ്ത്. പിന്നെ ഇവിടെ രാവിലെ 9 മണി മുതൽ രാത്രിക്കത്തെ 9 മണി വരെയാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും വരിക, നല്ല അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക, പോവുക. അപ്പോൾ എല്ലാവരും വരിക. പിന്നെ നമ്മൾ കാര്യമായിട്ടുണ്ടായിരുന്ന ഈ ഒരു ബുള്ളറ്റ് റൈഡായിരുന്നു. ഇത് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അന്നക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓരോരോ ഭാഗത്ത് വരുന്നത് ഓരോരോ സെക്ഷനുകളാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഫുള്ള് ഊഞ്ഞാൽ ഭാഗങ്ങളാണ്. ഇവിടെ ഫുള്ള് വെറൈറ്റി ഊഞ്ഞാലാണ്. ഇത് നല്ല രസമില്ലേ? ഇത് ഞാൻ ആടുന്ന കുറേ റീൽസൊക്കെ എടുത്ത്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് വെച്ചാൽ ഈ ഒരു സിബ് ലൈനാണ്. ഇതിലൂടെ തന്നെ ഞാൻ 10-20 കൂടി പോയിട്ടുണ്ടായി, ഇരുന്നിട്ടോ. എല്ലാ റൈഡും കാണുന്ന പോലെ ഇന്നലെ നല്ല അടിപൊളിയാണ്. കാര്യം കളിച്ചാലാണ് അതിൻ്റെ രസമൊക്കെ തിരിയുക. അപ്പോൾ ഞാനിപ്പോൾ വോയിസ് പറയുമ്പോൾ എനിക്ക് പിന്നെ അവിടെ പോകാനുള്ള പൂതിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സ്പോട്ട് എവിടെ വരുന്നത് വെച്ചാൽ കുറ്റ്യാടി മണിമലയാണ്. കുറ്റ്യാടി എത്തിക്കഴിഞ്ഞാൽ മണിമല എത്തിയിട്ട് ചോദിച്ചാൽ മതി കുറ്റ്യാടി ആക്റ്റീവ് പ്ലാന്റ് എവിടെയാണ്. നേരെ പറയാലും മാപ്പ് ഇട്ടാലും മതി. ഞാനിപ്പോൾ സിബ് ലൈനിൻ്റെ അടുത്തുനിന്ന് എനിക്ക് വേറൊരു റൈഡ് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞില്ലേ, അതാണിത്. എനിക്ക് ഫസ്റ്റ് ഇതാണ് ഇഷ്ടം, എന്നിട്ട് അതാണ്. അപ്പോൾ ഇത് റിയലായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ വരാം. അപ്പോൾ ഇനിയുള്ള കുഞ്ഞു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.